കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പിന് അർഹരാണ്. സ്കോളർഷിപ്പ് അപേക്ഷയോടൊപ്പം വാർഷിക വരുമാനം തെളിയിക്കാൻ 10 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ സത്യപ്രസ്താവന സമർപ്പിക്കണം എന്നാണ് വ്യവസ്ഥ. പക്ഷേ സംസ്ഥാനത്തെങ്ങും ആവശ്യത്തിന് സ്റ്റാമ്പ് പേപ്പർ ലഭിക്കാത്തതുമൂലം രേഖകൾ സഹിതം അപേക്ഷകൾ നൽകാനായി സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സ്റ്റാമ്പ് പേപ്പറിനായി സംസ്ഥാനത്തെ പ്രത്യേകിച്ച് മലബാറിലെ വിവിധ ജില്ലകളിലെ നോട്ടറികളുടെ ഓഫീസിന് മുന്നിൽ വൻ ജനാവലിയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി കാത്തുനിൽക്കുന്നത്. രാവിലെ 7 മണിന്റെ മുന്നേ വന്നതാണ് ഞങ്ങള് പെരിന്തൽമണ്ണെന്ന് 6 രൂപ ബസ്സായി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ തിരിച്ചു വിട്ടു. പിന്നെ ഇന്നും വന്നിപ്പോ ഇത്രയും സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ യാതൊരു പ്രതീക്ഷ ഇതല്ലേ. ഇന്നലെ പേപ്പർ കഴിഞ്ഞപ്പോ പിന്നെ ടോക്കൺ തരാറുണ്ട്. അപ്പൊ ഇനി ടോക്കൺ തന്നപ്പോ ടോക്കൺ ഞങ്ങളൊക്കെ ഉണ്ട്. മുദ്രപത്രക്ഷാമം പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആയിരിക്കെ ഇതുമൂലം നിരവധി അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെടാനാണ് സാധ്യത. 300 ആൾ ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ കാത്തു നിന്നിട്ടേ അവരുടെ കയ്യിൽ ടോക്കൺ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഇന്ന് അവരിപ്പോൾ പേപ്പർ കൊടുത്തതിന് ശേഷം ഇന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടുമില്ലെങ്കിൽ തിങ്കളാഴ്ച എപ്പോഴാഴ്ച കിട്ടുമെന്ന് അതുവരെ ചിലപ്പോൾ നിൽക്കണമെങ്കിൽ നിൽക്കാം, വേണമെങ്കിൽ എടുക്കാം. അല്ല, ഈ സ്കൂളുകളിൽ സാധനം അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് തിരക്കൊഴിവാം. ഈ പെണ്ണുങ്ങളും കുട്ടികളും തെരുവ് കൂടി ഇറക്കണ ഒഴിവാവൂലേ? സർക്കാർ ഈ ചെയ്യണ എന്ത് തണ്ടിത്തരായി ചെയ്യണ്? എന്തിനാ സർക്കാർ ഇതിന് മെനക്കെട്ടിക്കണ്? മുദ്രപത്രക്ഷാമം പരിഹരിക്കാനായി കഴിയാത്ത പക്ഷം അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. അതുകൊണ്ട് തന്നെ അർഹരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പാകും ഈ വർഷം നഷ്ടമാവുക. ന്യൂനപക്ഷ ക്ഷേമം വാതോരാതെ വിളമ്പുന്ന സംസ്ഥാന സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് മലപ്പുറത്തെ തെരുവുകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാണുന്നത്. ക്യാമറാമാൻ ലാലുവിനൊപ്പം ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്.